നടി മല്ലിക സുബാനെക്കുറിച്ച് പറഞ്ഞതോടെ തനിക്കെതിരായി വലിയ രീതിയിലുള്ള ആക്രമണമാണ് നടക്കുന്നതെന്ന് പറയുകയാണ് കുലസ്ത്രീ ഡാൻസറായ സത്യഭാമ. മല്ലിക സുകുമാരൻ പറഞ്ഞ കാര്യം എല്ലാവരും കണ്ടതാണ്. എന്നിട്ടാണ് തനിക്കെതിരെ ഇങ്ങനെ കമൻ്റ് ഇടുന്നത് എന്നും പറഞ്ഞുകൊണ്ട് കമൻറ്റുകൾ ഇട്ട ഓരോരുത്തരെയായി പേരെടുത്ത് പറഞ്ഞ് ചീത്ത വിളിക്കുകയാണ് സത്യഭാമ. ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോയിലൂടെയായിരുന്നു അവരുടെ പ്രതികരണം. നേരത്തെ നിറത്തിൻ്റെ പേരിലുള്ള അവഹേളനത്തിൽ സത്യഭാമയ്ക്കെതിരെ ശക്തമായി മല്ലിക സുകുമാരൻ വിമർശിച്ചിരുന്നു. ഡ്യൂപ്ലിക്കേറ്റ് സത്യഭാമയാണ് ഇതെന്നും പലരും കരുതുന്ന കലാമണ്ഡലം സത്യഭാമ ടീച്ചർ മറ്റൊരു ആളാണെന്നും മല്ലിക സുകുമാരൻ പറഞ്ഞിരുന്നു. അതിനെതിരെയാണ് സത്യഭാമ കഴിഞ്ഞ ദിവസം രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നത്. ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറയാൻ എന്ത് യോഗ്യതയാണ് മല്ലികയ്ക്കുള്ളത്? എന്നാടി ആ പെണ്ണുമ്പിള്ളക്ക് കാറൊക്കെ ഉണ്ടായത്? ഞാൻ ജാഗ്വാറിലാണ് കറങ്ങുന്നത്. ആ പെണ്ണുമ്പിള്ള അതിലൊന്നും അല്ലല്ലോ കറങ്ങുന്നത്. മക്കൾ കൊടുത്താലല്ലേ വല്ലതും കിട്ടൂ. എനിക്ക് അങ്ങനെയുള്ള അവസ്ഥ അല്ലെന്നും സത്യഭാമ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു. പിന്നീട് തനിക്കെതിരായി കമൻ്റിട്ടവരെ ചീത്ത വിളിക്കുകയാണ് ചെയ്യുന്നത്. എന്നെ അറിയാത്ത വിപിൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എന്നെക്കുറിച്ച് മല്ലിക സുകുമാരനൊരു കാര്യം പറഞ്ഞു, ഞാൻ തിരിച്ചു പറഞ്ഞു. വിപിനാണെങ്കിലും തിരിച്ച് പറയില്ലേ? അതുപോലെ ഞാനും പറഞ്ഞുള്ളൂ. ഇത്രയും പറഞ്ഞിട്ട് പിന്നീട് സത്യഭാമയുടെ ഭാഷ മാറുകയാണ്. എടാ വിപിൻ ബാബു, നീ ഏത് പോപ്പിലെ ഡോക്ടറാണ് തെണ്ടി? നീ വ്യാജ ഡോക്ടറല്ലേ? നീ മല്ലിക സുകുമാരൻ്റെ ആരാണ്? നേരിട്ട് വാടാ തെണ്ടി, നിനക്കെന്താണ് വേണ്ടത്? ഇങ്ങനെയൊക്കെയാണ് തനിക്കെതിരായി കമൻ്റിട്ട വിപിൻ എന്ന ആളോടായി സത്യഭാമ പറയുന്നത്. അവസാന കാലത്ത് എന്തൊക്കെയോ ആകാനുള്ള അമ്മച്ചിയുടെ ശ്രമം എന്നാണല്ലോ നീ പറഞ്ഞത്. എൻ്റെ 67-ാം വയസ്സിൽ ഞാൻ ഇങ്ങനെ ഇരുന്നാൽ പോരെ തെണ്ടി ഡോക്ടറെ? നിൻ്റെ തള്ളയുണ്ടോടാ അവിടെ? അവർക്കുള്ളതിനേക്കാൾ കൂടുതൽ ഒന്നുമില്ല എനിക്ക്. എൻ്റെ കൂടെ ഒരു ഗ്യാങ് ഉണ്ടിടാ തെണ്ടി. നീ ഇതിൻ്റെ താഴെയും കൊണ്ടുവന്ന് കമൻ്റ് ഇട്ടോ നായേ. എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് വെച്ച് എന്ത് തെണ്ടിത്തരവും പറയാനുള്ള സ്വാതന്ത്ര്യമാണോ അത്? നീ വർക്ക് ചെയ്യുന്ന ആശുപത്രിയിൽ ഞാൻ എത്തും. നിന്നെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുന്നത് കാണണോ? നീ നിൻ്റെ തള്ളയുടെയും ഭാര്യയുടെയും മകളുടെയും ഒക്കെ കാര്യം നോക്കടാ എന്നും സത്യഭാമ പറയുന്നു. പിന്നീട് സത്യഭാമ ഇതേപോലെ അസഭ്യം കലർന്ന മറുപടി നൽകുന്നത് ഒരു സ്ത്രീക്കെതിരെയാണ്. നീ എന്നെ ചാണകം തേച്ച് മെഴുകും അല്ലേ? നിന്നെ ഞാൻ ചാണകമല്ല മെഴുകാൻ പോകുന്നത്. രാവിലെ 1-നും 2-നും പോകുന്നില്ലേ? അത് അങ്ങോട്ട് എടുത്ത് മെഴുകും. നീ വലിയ സുന്ദരിയാണല്ലോ. നിന്നെ കണ്ടാലറിയാം കുറേ ഓടിയ വണ്ടിയാണെന്ന്. നീ ഇനിയും കമൻ്റ് കൊണ്ടുവരൂ. നീ വലിയ സുന്ദരിയാണല്ലേ? 67-ാം വയസ്സിൽ സത്യഭാമ ഇരിക്കുന്നത് കണ്ടില്ലേടി? എൻ്റെ വയസ്സിലൊക്കെ നിൻ്റെ പടം മാലയിട്ട് ചുവരിൽ തൂങ്ങും. നിനക്കെന്നെ ചാണകം മെഴുകണമെങ്കിൽ വീട്ടിലുള്ള നിൻ്റെ തള്ളയെ ആദ്യം മെഴുകടി. ഇതൊക്കെയാണ് സത്യഭാമയുടെ ഡയലോഗുകൾ. പലരുടെയും പ്രൊഫൈൽ നോക്കിയിട്ട് നീ മറ്റേ കറുത്ത വർഗത്തിൻ്റെ ആളാണല്ലോടാ, എന്താടാ നീ ഇങ്ങനെ കറുത്തുപോയത്? നീ എന്നെ നോക്കൂ തെണ്ടി, ഞാൻ വെളുത്തിരിക്കുകയല്ലേ? ഇതൊക്കെയാണ് അവർ പറയുന്നത്. നീ മറ്റവൻ്റെ കൂട്ട കറുത്തിരിക്കണവനാന്ന് തോന്നല്ലേ? കാക്കരെ നിറം എന്നിട്ട് തേങ്ങയുടെ ഇതിനകത്ത് ഇരിക്കണം നിൻ്റെ നിറം. നീ നല്ല നിറമില്ല, അതെന്ത് പറ്റി? ഒന്നുകിൽ സർക്കാർ ചെലവിൽ ഇവർക്ക് ചികിത്സ നൽകണം, അല്ലെങ്കിൽ ഇത്തരം വിദ്വേഷ പ്രചാരണങ്ങൾക്ക് ഇവരുടെ പേരിൽ കേസെടുക്കണം. എന്തൊക്കെ വിളിച്ചു പറഞ്ഞാലും ഇവിടെ ഒന്നും സംഭവിക്കില്ലെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ഇങ്ങനെ പരസ്യമായി എല്ലാവരെയും ഇവർ ചീത്ത വിളിക്കുന്നത്.